നമസ്കാരം. ഇന്ന് പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമി ദേവിയെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ഭൂമി ദേവിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്നാൽ നമ്മുടെ അന്നത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ അന്നം തരുന്ന മാതാവാണ് ഭൂമിദേവി. ആ ഭൂമിദേവിയാണ് നാം സംരക്ഷിക്കേണ്ടത്. ഇന്നത്തെ പരിസ്ഥിതി ദിനത്തിൽ ആ ഓർമ്മയാണ് ഓരോ മനുഷ്യർക്കും ഉണ്ടാകേണ്ടത്. മാലിന്യങ്ങൾ ഓരോ പൊതുനിരത്തിലുമൊക്കെ വലിച്ചെറിയുമ്പോൾ നമ്മുടെ ഭൂമിയാണ് മലിനമാകുന്നത്. അതുവഴി നമുക്ക് ലഭിക്കാവുന്ന നാളത്തെ തലമുറയ്ക്ക് വേണ്ട അന്നത്തെയാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത്. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹിച്ച പാർവതിയും എന്നാണ്. ഉർവി സർവജനേശ്വരി ജയഗരി മാതാ കൃപാസാഗരി വേണി നീല സമാന കുന്തളധരി നിത്യാന്ന ദാനേശ്വരി സാക്ഷാൻ മോക്ഷഹരി സദാശുഭകരി കാശി പുരാതേശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരി എന്നാണ്. ഇത്തരം ദിനാചരണങ്ങൾ ഒന്നുമില്ലാത്ത കാലത്ത് തന്നെ നാം പ്രകൃതി മാതാവിനെ സംരക്ഷിക്കേണ്ട പ്രാധാന്യത്തെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ട പ്രക്രിയകൾ ചെയ്തിരുന്നു. സകല ജീവജാലങ്ങളെയും ഒന്നിച്ചും കൂട്ടായും ഒക്കെ നാം പൂജിച്ചിരുന്നു. വൃക്ഷപൂജ, ഗോപൂജ, ഭൂമിപൂജ, നക്ഷത്രപൂജ, നാഗപൂജ തുടങ്ങി എന്തിന് എന്നാൽ കേവലം ഉറുമ്പുകൾക്ക് പോലും നാം പൂജ നടത്തി ഭക്ഷണം നൽകിയിരുന്നു. ഇത്തരത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട പാഠം ഒരു മഹത്തായ പാഠമായി ഉൾക്കൊണ്ട് നമ്മുടെ പൂർവികർ പ്രവർത്തിച്ചിരുന്നു. നാം ഇവരെയൊക്കെ ദേവതാ സങ്കല്പത്തിൽ കണ്ടുകൊണ്ട് ആ മഹത്തായ ആശയം ജനങ്ങളിലേക്ക് എത്തിച്ചു. പ്രകൃതിയും മനുഷ്യനും ആയി തമ്മിലുള്ള ബന്ധത്തെ, അതിൻ്റെ പ്രാധാന്യത്തെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തന്നു. മനുഷ്യർ മാത്രമല്ല, നദിയും കാളിന്തിയും പക്ഷി മൃഗാദികളും ഒക്കെ കളിക്കൂട്ടുകാരായി ഭഗവാന് നിറഞ്ഞു നിന്നു. ഇന്ന് മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതയിൽ നമുക്ക് ഓരോരുത്തർക്കും മനം നൊന്ത് പ്രാർത്ഥിക്കാം. തെറ്റുകൾ പുറത്ത് പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. തെറ്റുകൾ ആവർത്തിക്കാതിരിക്കട്ടെ. പൊതുനിരത്തിലും മറ്റും മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് പ്രകൃതിയെ ദുഷിപ്പിച്ച് പ്രകൃതിയെ ഇല്ലാതാക്കുന്ന തെറ്റ് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നാളെ നമ്മുടെ തന്നെ പതനമാണ് സംഭവിക്കുക, നമ്മുടെ അന്നമാണ് മുട്ടുക. ഇപ്പോഴെങ്കിലും ശരിയായ ബോധം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ പരിസ്ഥിതി ദിനത്തിൽ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ പരിസ്ഥിതി ദിന ആശംസകൾ. നമസ്കാരം.